ज्योति परं ज्योति दीपज्योतिर्जनार्दना दीपो हरतु मे पापं सन्ध्यादीपं नमोऽस्तु ते शुभं करोतु कल्याणम् आरोग्यं धनसम्पदा वेशबुद्धिविनाशाय दीपज्योतिर्नमोऽस्तु ते हरे राम हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे. ലീഗൽ അഡ്വൈസും അതുപോലെ മത്സര വിഭാഗം മത്സരങ്ങൾക്കറിയാം. നാരായണനും അതുപോലെ തന്നെ ഗോപികാനന്ദവും കുട്ടികളുടെ ഇടപാടുകൾ തുടങ്ങിയവർക്ക് മത്സരമായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നടത്തുന്ന അതിൻ്റെ വിഭാഗം. രഥയാത്ര തൃശ്ശൂർ ജില്ലയിൽ മാത്രം 500 ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രഥയാത്ര 10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പോകുന്നു. മറ്റു ജില്ലകളിലെ 5 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ആയിട്ട് അതിൻ്റെ ശക്തിക്കനുസരിച്ച് അവരും ഈ രഥയാത്ര നടത്തുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വ്യവസ്ഥകൾ ഇവിടെ നടക്കുന്ന 3000-ലധികം പേര് അവരുടെ 5000 ഭക്തിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രവർത്തനം നമുക്ക് വളരെ കുറവാണ്. ഇത് മറ്റുള്ളവരിൽ നിന്നും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഒപ്പം തന്നെ ജീവിക്കുന്ന മറ്റു വിഭാഗക്കാരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം ശരിക്ക് സമാജ നന്മയ്ക്ക് വേണ്ട എല്ലാ പ്രവർത്തനത്തിലും മുന്നിൽ വരാനാണ്. ക്ഷേത്രത്തിൽ നമ്മൾ തലയൊഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ധനത്തിൻ്റെ ഒരംശം നിക്ഷേപിക്കുന്നത് സമാജ നന്മയ്ക്കായി അത് വിനിയോഗിക്കാൻ വേണ്ടിയാണ്. അതിങ്ങനെ ഒരുങ്ങൂട്ടി ധാരാളം വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ഒരു ദൈവനിശ്ചയമാണ്, ഭഗവാന്റെ നിശ്ചയിപ്പ് ഇങ്ങനെയാണ്. ഇതൊന്നും അല്ല ഭഗവാന്റെ നിശ്ചയം. ഭഗവാന്റെ നിശ്ചയം വളരെ പ്രത്യക്ഷമായി നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഭഗവാനിലൂടെ ഉപദേശിച്ചു പോയിട്ടുണ്ട്. ആ ഭഗവത്ഗീത നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നമ്മളത് വായിക്കാറില്ല. വളരെ കുറവ് ശതമാനം ആൾക്കാരത് വായിക്കുകയുള്ളൂ. വായിച്ചിട്ടുള്ളവരാണെങ്കിൽ തന്നെ അതനുസരിക്കുന്നില്ല, പ്രാവർത്തികമാക്കുന്നില്ല. ശരിക്കും ഭഗവത്ഗീത പഠനത്തിന് ഈ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ മുൻകൈ വരേണ്ടത് തന്നെയാണ്. അത് നടത്തപ്പെടുന്ന കാലങ്ങളായിട്ടില്ല, ഇപ്പോഴല്ല, കാലങ്ങളായിട്ട് അത് കുറവാണ്. സൃഷ്ടിച്ചു പോകുന്നത് ഭഗവാൻ പറഞ്ഞ പോലെ സൂര്യദേവനെയാണ് ഉപദേശിച്ചു. അത് ക്രമത്തിൽ ഇല്ലാതായി വീണ്ടും ഞാനിത് അർജുന നിനക്കത് ഉപദേശിക്കുന്നു. ആ ഉപദേശവും വീണ്ടും സൃഷ്ടിച്ചു പോവുകയാണ്. ഇങ്ങനെ പോയാൽ മതി നമ്മൾ. ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്തും? നിത്യജീവിതത്തിൽ പ്രാരാബ്ധം ധാരാളം ഉണ്ടെങ്കിലും അവരവരുടെ വിശ്വാസ പ്രമാണ പ്രകാരം ജീവിക്കുന്ന ഇതര മനുഷ്യരെ നോക്ക്. നമ്മളുടെ കാര്യങ്ങൾ നോക്കി നോക്ക്. വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നതാണ് നമ്മളുടെ നാരായണീയം നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലെ സത്ത എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെയൊക്കെ ഈ ജീവിത ദൈർഘ്യം വളരെ കുറവാണെന്നും ആ കുറവുള്ള സമയത്ത് തന്നെ ഇത് പ്രാവർത്തികമാക്കണമെന്നും. ഒരു കാലത്ത് സത്യമായി വിശ്വസിച്ചിരുന്ന വാക്കുകളിലൂടെ നമുക്ക് നാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെ ഓർമ്മയും നമുക്ക് കുറകാലം കഴിയുമ്പോൾ ഒരു മിത്താണ് എന്ന് പറഞ്ഞു പോകും. ചിലപ്പോൾ ആ സമയത്ത് ആ തലമുറയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ശരി തന്നെയാണ്, ഓർമ്മകളില്ല, അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അറിയില്ല. ഇങ്ങനെയൊരു സ്ഥിതി ഉണർന്ന് പ്രവർത്തിക്കണം. ലഭിച്ച അറിവ് മറ്റുള്ളവരുമായി പങ്കുവെച്ച് അവരെയും ഈ അറിവ് നുകരുവാനുള്ള ഒരു അവസരത്തിലേക്ക് അതിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ ഒക്ടോബർ 5 മുതൽ 11 വരെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഈ നാരായണ മഹോത്സവത്തിലേക്ക് എല്ലാ വിധത്തിലുള്ള ആൾക്കാരെയും പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കുന്നത് എങ്ങനെ ലക്ഷ്യങ്ങൾ സമാജത്തെ ഉദ്ധരിക്കണം എന്നുള്ള ലക്ഷ്യം. ഈ ഓരോ ക്ഷേത്രങ്ങളും
അടിത്തറയിലാണ് പുനർജന്മ വിശ്വാസികളാണ് നമ്മൾ എങ്കിൽ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, ചെയ്യുന്ന ദുരിതങ്ങൾക്ക്, അല്ലെങ്കിൽ നാം ഇരിക്കുന്ന ആ പദത്തിന് നമ്മൾ അർഹതപ്പെട്ടത് നേടിയത് മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക്, ഇതര ജീവജാലങ്ങൾ നമ്മളുടെ പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സംസാരം കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങൾക്കെല്ലാം തന്നെയുള്ള ശിക്ഷ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. ഒരു സംശയവും ഈ കാര്യത്തിലില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശാസ്ത്രം മുഴുവൻ തെറ്റണം. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ വേറുടെ പുരാണത്തിൽ വായിച്ചു കഴിഞ്ഞാൽ ഭയം തോന്നുന്നുണ്ട്. അതൊക്കെ വിശദീകരിക്കേണ്ട ആചാര്യന്മാരുടെ ഉണ്ട്, നമ്മൾക്ക് ആ പ്രചോദനം തരുന്ന ആചാര്യന്മാരുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പറയുന്നത് ഒരു പ്രത്യേക കാര്യം മാത്രം, എന്ത് മക്കളെ കൊണ്ട് നമ്മൾ ക്ഷേത്രമുണ്ടാക്കുന്ന പൈസ ഇടണോ? എന്തിനാണ് സ്വീകരിക്കുന്നത്? കുട്ടികളുടെ കയ്യിൽ പൈസ കൊടുക്കും. വീട്ടിൽ ക്ഷേത്രങ്ങൾക്ക് ദർശനത്തിന് പോകുമ്പോൾ അച്ഛനമ്മമാർ കൊടുക്കും, അച്ഛന്മാർ കൊടുക്കും, കൊടുക്കും. പക്ഷെ ആ പണം, ആ ധനം ക്ഷേത്ര ഭണ്ഡാരത്തിലിട്ട് നമ്മൾ അവരെ ശീലിപ്പിക്കുന്നു. എന്താണ്? ഇതുകൊണ്ട് കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ മിഠായിയോ വാങ്ങിക്കുന്നതിന് പകരം ആദ്യം ചെയ്യേണ്ടത് സമർപ്പണമാണ്. ഇങ്ങനെയുള്ള നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ മാറിത്തുടങ്ങി. ഈ വക സംസ്കാരങ്ങളൊക്കെ തന്നെ നമ്മളിൽ നിന്ന് ഓരോന്നോരോന്നായി അളന്നു തുടങ്ങി. നമ്മൾ ആരെ ആക്രമിക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷെ നമ്മളിങ്ങനെ ഒതുങ്ങി നമ്മൾ ഇല്ലാണ്ടാവുന്നു. മറ്റൊരാള് ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ പറയാനാവണം. അതിനുള്ള ആത്മധൈര്യം നമുക്ക് വേണം. ഇത് നമ്മളുടേതാണ്. ആർക്കും നമ്മുടെ സംസ്കാരത്തെ വെട്ടിപ്പിടിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ സംസ്കാരത്തിന്റെ ബോധം ഉണ്ടാകണം. ആ ബോധവൽക്കരണത്തിനാണ് ഇത്തരം പുരാണങ്ങളൊക്കെ വായിക്കുന്നതും നമ്മൾ പാരായണം ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. ഒന്നുകൂടി വിഷയം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവർക്കും വിശിഷ്ട വ്യക്തികളെ, നാരായണീയ ഭക്തരെ, നാരായണ പാരായണക്കാരെ, ജനങ്ങളെ, നമസ്കാരം. ഈ വൈകുണ്ഠാമൃതം പ്രോഗ്രാം എന്താണ്, ഈ പരിപാടി എന്നത് ലഘുവായി വിവരിക്കാനാണ്, ലഘുവായിട്ട് പറയാനാണ് ഞാൻ നിൽക്കുന്നത്. സമയം കൂടുതലായി. ശരണം ശ്രീ ഗുരുവായൂരപ്പ. നാരായണ 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 എന്ന മന്ത്രം ചതുരാക്ഷര മന്ത്രം. വൈകുണ്ഠത്തെ ഉണർത്തുന്ന, വൈകുണ്ഠത്തിലേക്ക് കയറുന്ന, ആ വൈകുണ്ഠത്തിന്റെ അമൃതം നുകരാൻ പോകുന്ന ഒരു വീടാഭക്തി. അതായത് നാരക ദുഃഖങ്ങൾക്ക് ഒരു ഔഷധമാണെന്നുള്ള നിലയിലാണ് കഴിഞ്ഞ വർഷത്തെ സന്ദേശമായിരുന്നത്. എന്നാൽ ഈ വർഷം അത് വൈകുണ്ഠത്തിന്റെ ആ അമൃതം, ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത ഒരു അമൃതം നുകരുന്ന പരിപാടിയായിട്ടാണ് വൈകുണ്ഠാമൃതം എന്ന ഈ മഹായജ്ഞം നടത്തുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഭഗവാന്റെ ഒരു നോട്ടം മാത്രം മതി നമുക്ക്. ഒറ്റ നോട്ടം. യാതൊന്നും ചെയ്യാത്ത ഭഗവാൻ, യാതൊന്നും പ്രതികരിക്കാത്ത ഭഗവാൻ. നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ ഭഗവാന്റെ ഒരു നോട്ടത്തിനെങ്കിലും വേണ്ടിയാണ്. ഒരു നോട്ടം നോക്കിയാൽ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെടും അദ്ദേഹം, പ്രകൃതിയെ മുഴുവൻ പരിപാലിക്കപ്പെടും അദ്ദേഹം. അങ്ങനെയുള്ള ഭഗവാനോട്, ആ ഗുരുവായൂരപ്പനോട് ഒരു അപേക്ഷയാണ് ഈ വൈകുണ്ഠാമൃതം പരിപാടിയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഭഗവാനെ വിളിച്ചുകൊണ്ട് അമൃതാകുന്ന ആ അത്ഭുത ലോകത്തിലേക്ക് ഈ അമൃതം നുകരുവാൻ നമ്മൾ വിളിക്കുന്നതാണ് വൈകുണ്ഠാമൃതം 2025. ഭൂലോകത്തിലെ എല്ലാ ഭക്തർക്കും പ്രത്യക്ഷത്തിൽ അനുഭവിക്കുവാനും ജനമനസ്സുകളിലെ ജരാനരകൾ, നമ്മൾ എത്ര നാരായണീയം വായിച്ചിട്ടും പ്രസിഡന്റ് പറയും പോലെ നമ്മുടെ ജരാനരകൾ മാറുന്നില്ല. നമ്മുടെ ഉള്ളിൽ ജരാനരകൾ മാറുവാനാണ്, അല്ലെങ്കിൽ അസുരന്മാരുടെ ലോകത്തിന്റെ ദേവന്മാർക്ക് വന്ന ജരാനരകൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ നാരായണീയം ഇല്ലാത്ത വീടുകളിൽ, പ്രത്യേകിച്ച് ഈ ഗുരുഭവനപുരിയുടെ പരിസര പ്രദേശങ്ങളിൽ നാരായണീയനെ പലയിടത്തുമില്ല. നമ്മുടെ സംസ്കാരവുമായിട്ട് പലതും ബന്ധമില്ല. തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഗുരുവായൂരിന്റെ പരിസരത്തും എല്ലാ സ്ഥലത്തും 5 ലക്ഷം നാരായണീയം, 5 ലക്ഷം വീടുകളിൽ നാരായണീയം, അതായത് ഗുരുവായൂർ ദേവസ്വം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്തിന്? ഈ നാരായണീയം തന്നെ ഗുരുവായൂരിനെ
ആ ഗുരുവായൂരാക്കിയതാണ്. ഗുരുവായൂരാക്കിയതാണ് നാരായണീയമാണ്. ഈ നാരായണത്തിന്റെ അത്ഭുതകരമായ ഒരു സാഗരമായിരിക്കും ഈ സാന്ദ്രാനന്ദം കൊണ്ട് ഈ നടത്തുന്നത്. അതിന് എല്ലാവർക്കും നാരായണി നൽകണം എന്നുള്ളതാണ്. നാമജപമായാലും അങ്ങനെ വിവിധ പദ്ധതികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് പാവനം ഈ നാരായണീയം. രണ്ടാമത്തത് അനുഗ്രഹ പഥം എന്ന പുണ്യ മഹാദർശനം. ഗുരുവായൂരുണ്ട്, അങ്ങനെ വരുന്നവരുണ്ട് ധാരാളം പേര്. സപ്തപുരികളിലെയും ചാർധാമങ്ങളിലെയും കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീപത്മനാഭൻ മുതല് കൊടുങ്ങല്ലൂർ മുതലുള്ള സ്ഥലങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും തിരുപ്പതിയിലെയും ഔപചാരികമായ ചടങ്ങായിട്ടുള്ള ഭവനം നാരായണിയും പുരോഗമനമായ ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധി ഗുരുവായൂരപ്പന്റെ പ്രതിനിധി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അത് നിർവഹിക്കുകയാണ്. അഖില ഭാരതീയ നാരായണീയ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നാരായണീയത്തിൻ്റെ പ്രചരണത്തിനും നാരായണീയത്തിൻ്റെ പ്രസരണത്തിനും ഭഗവത് ഭക്തിയെ നാടെങ്ങും പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഒരു സത്കർമ്മത്തിന് ആദ്യമേ തന്നെ എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് കഥകൾ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടും ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തന്മാരെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അക്കൂട്ടത്തിൽ മെൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വാദവ്യാധിയെക്കുറിച്ചും അദ്ദേഹം അത് തൻ്റെ ഗുരുനാഥനിൽ നിന്ന് പകർന്ന് വാങ്ങിയതിനെക്കുറിച്ചും പിന്നീട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ സമീപത്തിലെത്തി ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് 100 ദശകങ്ങളിലായി നാരായണീയം ലഭിച്ചതിനെക്കുറിച്ചും വളരെ രസകരമായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കഥകളേക്കാളൊക്കെ ഉപരിയായിട്ട് യഥാർത്ഥത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ചെയ്തത് തൻ്റെ രോഗം മാറ്റാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് ഒരു സ്തോത്രകാരൻ രചിക്കുക എന്നുള്ളതല്ല. ലോകത്തിലുള്ള സമാന ദുരിതമനുഭവിക്കുന്ന ഇതേപോലുള്ള മാനസികമായും ശാരീരികമായും ഒക്കെ വ്യഥകൾ അനുഭവിക്കുന്ന ഒട്ടനവധി ഭക്തന്മാരുടെ ദുഃഖമകറ്റാൻ വേണ്ടി, അവരുടെ രോഗമകറ്റാൻ വേണ്ടി അതിനുള്ള ഒരു ദിവ്യ ഔഷധം സൃഷ്ടിക്കുകയാണ് നാരായണീയത്തിൻ്റെ രചനയിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഭഗവാന്റെ നേരിട്ട് പങ്കെടുത്തതായിരുന്നു രാജസൂയ. അതേ ഭഗവാൻ ഗുരുവായൂരിലിരുന്ന് പങ്കെടുക്കാൻ പോകുന്ന രണ്ടാമത് രാജസൂയ യജ്ഞമാണ് വൈകുണ്ഠം നാരായണീയം. ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യം നിറഞ്ഞൊഴുകിക്കൊണ്ട് എല്ലാവരും നാരായണീയത്തിൻ്റെ ചൈതന്യം പടരാൻ പോകുന്ന ഒരു മഹാഭൂതത്തിനാണ് നാം സാക്ഷി വഹിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാം ഭാഗ്യമാണ്. കാരണം നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്രയും ഒരു മഹാഭൂതം അതിനുവേണ്ടി ക്ഷേമം പ്രവർത്തിക്കുന്ന ചില നാരായണീയ സമിതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും വേദിയെ ധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നെ വിളിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ദാസരും ഭഗവാന്റെ നാരായണീയം ഉപാസിക്കുന്ന അമൃതം നുകരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് നാരായണീയത്തിൻ്റെ
അമൃതം നുകരാനും അല്ലെങ്കിൽ വൈകുണ്ഠം അമൃതം എന്നൊരു മഹത്തായ ഉത്സവത്തിലേക്ക് നടക്കുന്നത്. നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ വളരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാരായണം ചെയ്യുന്നത് ധാരാളം സമയത്തുണ്ട്. പക്ഷെ ഒരു വശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് കുടുംബ വ്യവസ്ഥകൾ, ആരോഗ്യ വ്യവസ്ഥകൾ, ഹിന്ദു സമാജത്തിൻ്റെ ഐക്യം, ഇതൊക്കെ എവിടെ നിൽക്കുന്നു എന്നുകൂടി നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. ജാതീയമായി നമ്മൾ വേർതിരിക്കാൻ ചിലർ ശ്രമിക്കുന്നു. കുടുംബമാണെങ്കിൽ നേരത്തെ ഇതുമായി ചേർന്ന മൊബൈൽ പോലുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡായുള്ള കുട്ടികളിൽ നിന്ന് മാറുന്നു. ആരോഗ്യപരമായി നമുക്കൊക്കെ ഉണ്ടെങ്കിലും അതായത് വായിച്ചാലും ആശുപത്രിയിൽ ഡോക്ടറും ബിപിയും ഷുഗറും ഒക്കെ വേണം നമുക്ക്. ഇവിടെയാണ് നമുക്ക് 3 സന്ദേശങ്ങൾ ഈ നാരായണീയ ഉത്സവത്തിലൂടെ കൊടുക്കാറുള്ളത്. ഒന്ന് നാരായണീയം ആരോഗ്യമാണ്. What is health എന്ന് വെച്ചാൽ നാരായണീയം ആരോഗ്യമാണ്, അത് ഔഷധം. രണ്ടാമത് നാരായണീയം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഐക്യം, സ്നേഹബന്ധം. നാരായണീയം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരുമയാണ്, ഒത്തൊരുമയാണ്, സമൂഹത്തിൻ്റെ പാരസ്യം. ഇങ്ങനെ നാരായണീയത്തിലൂടെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് കാലം വളരെയധികം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആധുനിക മെഡിക്കൽ സയൻസ് എത്തി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. രോഗങ്ങൾക്കും മരുന്നില്ല. ആക്ച്വലി ഒരു മരുന്നും ഇതുവരെ ഒരു രോഗത്തിന് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ബിപിക്ക് മരുന്ന് കഴിക്കുകയാണെങ്കിലും ഷുഗറിന് മരുന്ന് കഴിക്കുകയാണെങ്കിലും അതൊന്നും രോഗത്തിനുള്ളതാണ്. അതെല്ലാം രോഗത്തെ പ്രതിരോധിക്കാൻ പ്രിവെൻഷൻ, നമുക്ക് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്. ഈ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ നാം കഴിക്കുന്ന മരുന്നുകൾക്ക് മാത്രമല്ല, അത് നാരായണീയത്തിലൂടെയും സാധിക്കും. സർവേ പഠനം, അതുകൊണ്ടാണ് മിക്കവാറും വിദേശ രാജ്യങ്ങളാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പഠനമുള്ളത്. എനിക്ക് അഖില നാരായണ സഭയോട് പറയാനുള്ളത്, ഈ നാരായണീയത്തിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ അവതരിപ്പിച്ചുകൊണ്ട് നാരായണീയത്തിന് ഇന്നത്തെ ആരോഗ്യ രംഗത്തും അതുപോലെ കുടുംബ രംഗങ്ങളിലും സമൂഹ രംഗത്തും വലിയൊരു റോൾ കളിക്കാൻ സാധിക്കും എന്നത് നമുക്ക് തെളിയിക്കണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നിധികളുണ്ട്, കഴിവുകളുണ്ട്, പക്ഷെ വിലയില്ല. അതിനെ പ്രൊമോട്ട് ചെയ്യാനാവില്ല, അതിനെ മാർക്കറ്റ് ചെയ്യാനാവില്ല. അപ്പൊ അത് മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വേണ്ടാത്തൊരു അർത്ഥം കിട്ടും. കാരണം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടതിന് ബിസിനസ് ആ രീതിയിലല്ല. ഇതിനെ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നാളത്തെ കുട്ടികൾ, നേരത്തെ ചെയർമാൻ പറഞ്ഞ ഉപസമരിപ്പിച്ച വാക്കുകളാണ്. നാരായണ അല്ലെങ്കിൽ ഭവനത്തിൽ നാരായണീയോട് കുട്ടികളെ വായിക്കുക എന്ത് നിർബന്ധിച്ചിട്ടും കാര്യമില്ല. അത് എനിക്ക് സ്വയം തോന്നണം, ഓരോ കുട്ടിക്ക് സ്വയം തോന്നണം. ഞാൻ ഈ നാരായണീയം വായിച്ചാൽ, ഒരു ദശകം വായിച്ചാൽ എൻ്റെ BP എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, എൻ്റെ ഷുഗറിൽ മാറ്റം വരും, എൻ്റെ കൊളസ്ട്രോളിൽ മാറ്റം വരും, എനിക്ക് നല്ല ആരോഗ്യമുള്ള, ഒരു സമചിത്തതയുള്ള, ഒരു ഊർജമുള്ള, ഉത്സാഹമുള്ള മനസ്സുണ്ടാകും എന്ന് പറയാതെ പറയാൻ നമുക്ക് സാധിക്കും, പറയാതെ വിളിക്കാൻ നമുക്ക് സാധിക്കും. വേറെ ഒരു കുട്ടിക്ക് അത് തോന്നും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തോന്നണം, ഒരു ദിവസം നാരായണീയം വായിച്ചു പറയാൻ അത് ദിവസം നന്നായിരിക്കും. ഇത് നമ്മൾ പറയാതെ തന്നെ കൊണ്ട് നടക്കാൻ അവർക്ക് സാധിക്കുകയാണെങ്കിൽ ഏതൊക്കെയോ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഇതിൽ വേറൊന്നുമില്ല. ഭഗവാനെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഉത്തരയുടെ അവസാനം പറയുന്നത് ഒരു ചോദിക്കുന്ന ലക്ഷണമാണ്. മനോഹരമായിരുന്നു അല്ലെങ്കിൽ പിള്ളാരുടെ വീട്ടിൽ വലിയൊരു പറഞ്ഞു പോയാൽ ഞങ്ങളെ പോകുന്ന ആളുകൾ എങ്ങനെയാണ് ഞങ്ങളെ കാണുന്നത്, ഇതിൽ ഒരു തലമുറയെ കാണാം.
അതിനാണ് കുതിര കൊടുക്കുന്നത്. കുതിരെ ഞാൻ ഇങ്ങോട്ട് പോകുകയാണ്. എൻ്റെ എല്ലാ സർവശക്തിയും ചൈതന്യവും തേജസ്സും തിരുവോതായി പ്രവിഷ്ടവും ഭാഗവതാണ്. ഞാൻ ഭാഗവതത്തിലേക്ക് വിലീനം പ്രാപിക്കുകയാണ്. എൻ്റെ സർവശക്തിയും ഭാഗവതത്തിലൂടെ. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭാഗവതത്തിലൂടെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാകും. കാരണം 1000 ചോദ്യങ്ങളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടാകും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാൻ ഭഗവാൻ പ്രകൃതിപ്പാടിനെ വ്യക്തമാക്കിയിട്ട് ആ ഭാഗവതത്തെ മുഴുവൻ കടഞ്ഞെടുത്ത ഒരു സാരത്തെ അമൃതമാക്കിയിട്ട് നമുക്ക് 3 ദശകങ്ങളിൽ 1038 ശ്ലോകങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രകാരം നിയോഗമായിരിക്കും പ്രകൃതിപ്പാടിനെ കൊണ്ടാണ് ചെയ്യിച്ചത്. കാരണം ഇത്രയും വലിയ ഭാഗവതം എല്ലാവർക്കും വായിക്കാൻ എളുപ്പമാണ്. പക്ഷെ നാരായണീയത്തിന്റെ മഹത്വം നോക്കൂ. നാരായണ പടവതിരിപ്പാട് അദ്ദേഹം 15 വർഷം മുമ്പ് ജീവിച്ചു പോയതാണ്. പക്ഷെ കൊടുത്ത ഈ നൂറ്റാണ്ടിലാണ് നാരായണീയം വളർന്നു പന്തലിച്ച് ഇപ്പോഴുള്ള ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നാരായണീയം എത്തുന്നു, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ അതിന്റെ സമയമായിപ്പോയി. നാരായണീയത്തിൽ കാരണം നാരായണീയ കൈയെടുത്തവർ നല്ലൊരു കൂലിയാണ്. അതുകൊണ്ടാണ് രണ്ടാം ദിവസം പുനർജന്മോപാഖ്യാനം പറഞ്ഞിട്ടില്ല. കാരണം പുനർജന്മം ഉണ്ടാവില്ല നാരായണി ഉപാസിച്ചാൽ. അതും അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഒരു ശ്ലോകത്തിലാണ് ഭഗവത്ഗീത 86 ദശകത്തിൽ പറഞ്ഞു വെച്ചത്. പരിപാട് മേൽപ്പൂര് ഒരു ശ്ലോകം മാത്രം 18 അധ്യായങ്ങൾ ഒന്നിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടുമുണ്ട് ഈ വായന മാത്രമേ ഉള്ളൂ. അതിന്റെ താത്വികമായ ഒരു സംഗതി മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് വന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഇത്രയും സജ്ജനങ്ങൾ പോലും എത്ര പേർക്ക് അറിയാം നാരായണീയ മഹാത്മ്യം ഒരു ഗ്രന്ഥം. അപ്പൊ ഞാൻ ആശ്രമത്തിൽ ഇറങ്ങുമ്പോൾ വ്യാഖ്യാന സഹിതം അതുപോലെ മഹാത്മാവ് നാരായണീയത്തിലെ 1400 നാമങ്ങൾ വ്യാഖ്യാനിച്ച് ആശ്രമം ഇറക്കിയിട്ടുണ്ട്. വായനയല്ല, വായപ്രശ്ന വായന. വായപ്രശ്ന എന്ന് പറഞ്ഞാൽ വായിൽ ബോധിക്കുന്നതല്ല വായന. നാരായണീയ വായനക്കാരൻ പാരായണക്കാരോട് സാധാരണ പേര് ഒരു വായനക്കാരനാണ്. ഇവരൊക്കെ വായിക്കുക മാത്രമേ ഉള്ളൂ. ഇത് ഉൾക്കൊള്ളുന്നത് തോന്നുന്നത് വായിച്ചോക്കും അറിയില്ല, കേൾക്കുന്നതും അറിയില്ല. അത് നമ്മുടെ പൂര നാളുകളിലാണ് സത്രു. സെക്രട്ടറി എന്നുള്ള ലെവലില് പൂരത്തിന് ബാധിച്ച ചെലവുണ്ടാവുന്നു. അതിന്റെ കണക്ഷനുമായി മുന്നോട്ട് പോകണം. സത്രം നടക്കണം. ആലോചിക്കാതെ എടുത്ത തീരുമാനം ആയി പോയോ എന്നൊരു സംശയം തോന്നി. ആകെ മനസ്സ് വിശ്വസിച്ചു തുടങ്ങി. ആചാര്യനെ വീണ്ടും പോയി കണ്ടു. ആചാര്യൻ പറഞ്ഞു, ഗിരീഷും കൊണ്ടും കഴിക്കുന്ന സത്രങ്ങൾ വളരെ ഭംഗിയായി നടക്കും. സാമ്പത്തിക പ്രശ്നം ഒരു പ്രശ്നമാവില്ല. പിന്നെ എന്താ പോകുമ്പോഴേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് നാളെ തന്നെ ഒരു മാതൃസമിതി രൂപീകരിക്കാം. അമ്മമാരുടെ ഒരു മാതൃസമിതി ഒരു മീറ്റിംഗ് വിളിക്കാം. അത് വിളിച്ചതിന് ശേഷം എല്ലാ ദിവസവും നമുക്ക് നാരായണീയ പാരായണം ക്ഷേത്രത്തിൽ നടത്താം. ആ നാരായണീയ പാരായണം നടന്നാൽ നമുക്ക് നമ്മൾ വിചാരിച്ച സംഖ്യ അല്ലെങ്കിൽ സത്രം ഭംഗിയായി നടക്കാൻ, ഭാഗവത സത്രം ഭംഗിയായി നടക്കാൻ അതിനുള്ള എല്ലാ സാമ്പത്തിക സ്രോതസ്സും നമുക്ക് ഭഗവാൻ ഉണ്ടാക്കി തരും എന്ന് പറയുകയും പിറ്റേ ദിവസം തന്നെ മാതൃസമിതി യോഗം വിളിക്കുകയും അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നാരായണീയ പാരായണം നമ്മൾ തുടങ്ങുകയും നമ്മൾ ആ ബഡ്ജറ്റിട്ട സംഖ്യയിൽ കൂടുതൽ നമുക്ക് നീക്കിരിപ്പായി നമുക്ക് സംഖ്യ സ്വരൂപിക്കാൻ ഒരു വീട്ടിൽ പോയിട്ടോ ഒരു വ്യക്തിയെ പോയി കാണുകയോ ചെയ്തിട്ടില്ല. കാരണം തൃശ്ശൂർ പൂരത്തിന് തിരക്കുണ്ടാകുന്നു. എല്ലാ ആൾക്കാരും തിരുവമ്പാടി ആ അമ്പാടി കണ്ണന്റെ നടയിൽ കൊണ്ടുവന്ന് നമുക്ക് വേണ്ട എല്ലാ സമ്പത്തും അവിടെ കൊണ്ടുവന്ന് തരികയുണ്ടായി. സംഘാടന സമിതി രൂപീകരണം, സാന്ദ്രാനന്ദ ഭവനം നാരായണീയം എന്ന
ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏകദേശം 400-ലധികം വർഷം മുമ്പ് നാരായണീയം പിറന്ന ഈ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ തന്നെ സ്വാമിജി പറഞ്ഞ പോലെ ഇങ്ങനൊരു യജ്ഞം നടത്താൻ സാധിച്ചത് വളരെ ഭാഗ്യമാണ്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചതും എൻ്റെ ഭാഗ്യമാണ്. സാക്ഷാൽ ഹന്തഭാഗ്യം ചേരാമെന്ന് നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ പോകുന്നവർക്കറിയാം. തെക്കേ വാർമാടത്തിലിരുന്ന് പട്ടതിരിപ്പാട് നേരെ മുമ്പിൽ ഗുരുവായൂരപ്പൻ തിളങ്ങുന്നു. അത് നിങ്ങളുടെ എല്ലാവരുടെയും ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗ്യമാണ് എന്ന് പറഞ്ഞ ആ നാരായണീയത്തിൻ്റെ മഹോത്സവത്തിൻ്റെ ഒരു നടത്താൻ സാധിക്കുന്നത് വളരെ ഭാഗ്യമാണ്. പക്ഷെ വളരെ ദുർഭാഗ്യം, ദൗർഭാഗ്യം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, മേപ്പത്തൂരിൻ്റെ നാരായണീയം വേണ്ടി അദ്ദേഹം ഇരുന്ന അവിടെ സ്ഥലം ഒരു വിളക്ക് വെച്ച് നമ്മളെല്ലാവരും പോകുമ്പോൾ നമസ്കരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലം പോലും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഈ സംഘാടന സമിതി വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അനുയോജ്യമാണ് അത്തരം ഒരു ഒന്നും നടക്കാതെ മേപ്പത്തൂരിനെ നമുക്ക് എന്നും ഇടത്തിൽ പോകുമ്പോൾ വാങ്ങാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കട്ടെ, അതിനും കൂടി സാധിക്കട്ടെ. ഈ നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഒക്ടോബറിൽ നടക്കുന്ന വൈകുണ്ഠാമൃതം എന്ന പരിപാടി, വളരെ വിപുലമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ 10 വർഷം മുമ്പ് നമ്മുടെ രാമകൃഷ്ണേട്ടൻ്റെ നേതൃത്വത്തിൽ ശരീരനായ നമ്മുടെ മാതൃഭൂമി ലേഖകൻ ജനുവേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇതേ ഹോളിൽ വെച്ച് ഈ ഒരു മഹോത്സവത്തിന് തുടക്കം കുറിക്കാൻ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിന് ഉണ്ടായിരുന്ന പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് സ്വയം കുറെ ധൈര്യം കിട്ടിയത്. അതുപോലെ ധൈര്യം കിട്ടി മാത്രമേ ഞാൻ പറയുള്ളൂ. ഈ ചരിത്രങ്ങളുടെ 10 വർഷം മുമ്പ് ഇതേ ഗ്രൗണ്ടില് നമ്മളൊരു നാരായണീയം അവതരിപ്പിക്കുകയായി. അന്ന് ഉണ്ടായ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ സ്വർണ്ണത്തിലാണ്. അത്രമായിട്ടൊരു സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും ആൾക്കാരെ നമുക്ക് എത്തി. ഇന്ന് നമുക്ക് ഇവിടെ എപ്പോഴും പറയാനുള്ളത്, അന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ വെച്ച് ഒരു രക്ഷാസേന നടത്തിച്ചാൽ ഇന്ന് കേരളത്തിൽ മുഴുവൻ ഒരുമിച്ച് വലിയ സമയത്ത് സുനിൽജി പറഞ്ഞ പോലെ ഇന്ന് ലോകം മുഴുവൻ ഈ നാരായണീയം എത്തി. നിങ്ങൾക്കൂടെ ശ്രമിച്ചാൽ സാധിക്കും. ഒരേ സമയത്ത് തന്നെ ലോകത്ത് മുഴുവൻ നമുക്ക് ഈ നാരായണീയത്തിൻ്റെ ബേഴ്സ് എത്തിക്കാൻ സാധിക്കും. അപ്പോഴേ അവരും മനസ്സിലാക്കും ഇതൊന്നും ചെറുതല്ലാണ്. നമുക്ക് അതിനായിട്ട് നല്ലൊരു രക്ഷ. ഒക്ടോബർ മാസം 5 മുതൽ 11 വരെ നടക്കാൻ പോകുന്ന ഈ മഹാസമ്മേളനം, നാരായണീയ മഹോത്സവം എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ ഇന്ത്യയിലെ സദേൺ സ്റ്റേറ്റിലെ ഏറ്റവും വലിയൊരു മഹാകുംഭമായിട്ട് മാറുന്നതാണ് എൻ്റെ വിഷയം. അങ്ങനെയായി മാറുന്നതാണ് എൻ്റെ കാഴ്ചയിൽ കാണുന്നത്. ഓരോ കാര്യങ്ങളും ഓരോ ദിവസം നടക്കുന്നതും ഓരോ നിമിത്തങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമാവും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപിക്ക് ഒരു നിമിത്തമായിട്ട് തന്നെ 12 മണിക്ക് തോന്നുന്നെങ്കിൽ കടന്ന് നമ്മൾ പറഞ്ഞതല്ല, അത് നിമിത്തമാണ്. ആരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ ഇതിലെ ഒരു കർമ്മം, അത് അവരുടെ നേതൃത്വത്തിന് അവരുടെ എഴുതി വെച്ചത് ആരൊക്കെ എന്ത് കർമ്മമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ പങ്കെടുക്കാനും ഇതിൻ്റെ ഒരു ഭാഗമാവാനും പറ്റിയത് നമ്മുടെ മുൻ ജന്മ കർമ്മ ഫലമാണ്. ഈ ജന്മത്തിൽ ഞാൻ ഇത്ര നല്ലത് ചെയ്യുന്നുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ ഇതിലൊരു ഭാഗമാവാൻ പറ്റിയത് ഞാൻ വലിയൊരു ഭാഗ്യസ്ഥനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്നത് 11-ാം തീയതി നമ്മുടെ ഈ പ്രോഗ്രാം കഴിയല്ല. 11-ാം തീയതി ഈ പ്രോഗ്രാം തുടങ്ങുകയാണ്. ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. 2047 ഭാരതം വികസിത ഭാരതമാവുമ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെ വളരണം, ഈ വികസന ഭാരതത്തിന്റെ സനാതന ധർമ്മത്തോടെ വികസിക്കണം, അല്ലെങ്കിൽ ആ വികസനത്തിന് ശ്വാസതയില്ല, അതിന് പെർമനൻസി ഇല്ല.
നമുക്ക് ലോകത്തിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം, പല രാജ്യങ്ങളും വികസിച്ചു, അതേപോലെ വികസിച്ചു. നമ്മൾക്ക് 1000 കൊല്ലത്തിൽ വികസിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ സനാതന ധർമ്മത്തിലൂടെ വളരണം, സനാതന ധർമ്മത്തിലൂടെ ആയിരിക്കണം ആ വികസനം. അപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് 2047 ആവുമ്പോഴേക്കും നാരായണി മഹോത്സവത്തിന്റെ ഈ ഒരു പ്രോഗ്രാം അതിനുള്ള തുടക്കമായിരിക്കും. ഇവിടെ സെക്രട്ടറി സാർ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വിശാലമായ ഒരു ബിൽഡിംഗ്, നാരായണ സമിതിയുടെ വിശാലമായ മന്ദിരം വരണം എന്നുള്ളൊരു സ്വപ്നമുണ്ട്. ഏകദേശം നിമിത്തമായി കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് നടക്കുന്നത്. സ്ഥലം പോലും കണ്ടുവെച്ച് കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മളത് ചെയ്യണമെന്നാണ്. ഇവിടെ ഇരുന്ന് ഈ പുണ്യഭൂമിയിൽ ഇരുന്നാണ് നമ്മൾ ലോകത്തിലെ സനാതന ധർമ്മത്തിൽ മാറ്റം വരാൻ പോകണം. ഇവിടെ ആയിരിക്കും അതിന്റെ സാറ്റലൈറ്റ്, ഇതൊന്നായിരിക്കും നമ്മൾ ലോകത്തിലെ സനാതന ധർമ്മത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത്. നമ്മുടെ യങ്ങർ ജനറേഷൻ നമ്മളൊക്കെ പഠിച്ചു വന്ന സമയത്ത് നമുക്ക് കിട്ടാത്ത പലതുമാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഞാൻ പഠിച്ചതൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഞങ്ങളെ പഠിപ്പിച്ചത് റെയിൽവേ, ഗോവേ, കമ്പനി, അങ്ങനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്കൂളിൽ ആയിരക്കണക്കിന് കുട്ടികൾ രാവിലെ ടീച്ചറിന്റെ പേര് നോക്കി റെയിൽവേ, ഗോവേ പറഞ്ഞ് എങ്ങനെ പഠിപ്പിക്കുന്ന നാട്ടില്. അത് അവരുടെ നാട്ടിൽ മഴ പെയ്യേണ്ട, കാരണം ആഴ്ചക്ക് 4 ദിവസം അവിടെ സൂര്യവെളിച്ചം ഇല്ല. നമ്മൾ ഭാഗ്യം ചെയ്തവരാ. നമ്മുടെ പുണ്യഭൂമിയിൽ 4 സീസൺ ഉണ്ട്, സമ്മർ, വിന്റർ, ഓട്ടം, സ്പ്രിംഗ്. നമ്മുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. നമുക്ക് എല്ലാ പുണ്യഭൂമിയുടെ എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ ഭാരതത്തിലുണ്ട്. നമുക്ക് ആ പ്രാർത്ഥന എന്താ വേണ്ടത്? നമ്മളെ പഠിപ്പിച്ചു twinkle twinkle little star, but the very fact is that there is no star that twinkles and there is no star that is little. എവിടെയോ ഒരു ആപ്പിൾ വീണപ്പോൾ പറഞ്ഞത് ഗ്രാവിറ്റിയാണ്. അതല്ല ഗ്രാവിറ്റി. ഈ ബ്രഹ്മാണ്ഡം, ഈ ഭൂമി, ഈ പറഞ്ഞ സൂര്യൻ, ചന്ദ്രൻ, ഗാലക്സി, മിൽക്കി വേ എല്ലാം തിരിയുന്നത്, ആ ബ്രഹ്മാണ്ഡം തിരിയുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ പുൾ ആൻഡ് പുഷ്. ഗ്രാവിറ്റി ചോട്ടിൽ വീഴുന്നല്ല, ഗ്രാവിറ്റി ഈസ് കോൾഡ് പുൾ ആൻഡ് പുഷ്. ആ ബ്രഹ്മാണ്ഡത്തിലെ ചോക്ലേറ്റ് പോലെ വായിലിട്ട് മാ യശോദയ്ക്ക് കാണിച്ചതാണ് എന്റെ പൈതൃകം. ഇതാണ് നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നത്. ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ അവർ പഠിപ്പിക്കും പ്രോഫിറ്റ് ഇസ് ദ ഓൺലി മോട്ടീവ് ഓഫ് ദ ബിസിനസ് ആൻഡ് യു ക്യാൻ മേക്ക് പ്രോഫിറ്റ് എനി വിഷയം. എങ്ങനെ വേണമെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാം. യു ക്യാൻ കിൽ കോമ്പറ്റീഷൻ. ഞങ്ങൾ ചെയ്തതാണ്, ഞങ്ങളത് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല. പക്ഷേ ആ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഒപ്പം 18 ചാപ്റ്റേഴ്സ് ഓഫ് ഭഗവത്ഗീതയും കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം കുറച്ചുകൂടി സമ്പൂർണ്ണമായത്, കണ്ടന്റായത്. I am economically, financially, commercially, business-wise, we have 60 verticals in world over. പക്ഷെ ഹാപ്പി അല്ല. അത് കാരണം ആ സനാതന വേലല്ല എന്നുള്ളതാണ്. ഇത് പാശ്ചാത്യ രാജ്യത്ത് അറിയില്ല. 60 കോടി ജനങ്ങളാണ് അവിടെ കുംഭമേളയിൽ കൂടിക്കുന്നത്. ജനങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നില്ല എന്തിനായിട്ട് കൂടിയിരിക്കുന്നത്. ഒരേ ഒരു ആസ്ഥ, ഒരേ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ മേലെയാണ് ഒരു പ്രശ്നമില്ലാണ്ട് നമ്മുടെ രാജ്യത്തിൽ ഒളിമ്പിക്സ് നടത്താൻ പറ്റില്ല എന്ന രാജ്യങ്ങൾ പറയുമ്പോൾ 4 ഒളിമ്പിക്സിന്റെ ക്രൗഡാണ് വന്നത്. 60 കോടി ജനങ്ങൾ 12 കിലോമീറ്റർ ചുറ്റളവിൽ 41 ദിവസത്തെ വന്നു പോയാൽ ഒരു പ്രശ്നമില്ല. അവിടെ അന്നദാനങ്ങൾ നടക്കുന്നു, ആർക്കും ഒരു കുറവില്ല. അന്നദാനങ്ങളുടെ ഭക്ഷണത്തിൽ ഭയങ്കര സ്വാദ്. എന്തിന് ഗുരുവായൂരിലെ അന്നദാനത്തിന് എന്തൊരു സ്വാദാണ് അല്ലേ? വെറും ചോറും ആ മാങ്ങാപ്പുളിശ്ശേരിയില്ലേ 300 രൂപയ്ക്ക് നിങ്ങൾ സദ്യ കഴിക്കും ഉണ്ടാവില്ല. കാരണം ഉണ്ടെന്ന് സയൻസ് പഠിച്ചിട്ടില്ല. സയൻസ് പഠിക്കാൻ എനിക്ക് സമയം പിടിക്കരുത്. അതിനാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അത് പഠിക്കണം. 50 വർഷം മുമ്പ് അമേരിക്കയിൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സാധനത്തിൽ നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ലായിരുന്നു. ഇന്നത് ചെയ്യാം. ഇതേ തന്നെയാണ്. കാരണം നമ്മൾ അമ്പലത്തിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആ അന്നദാനം ചെയ്തവരുടെ ഭക്തി ഉണ്ടല്ലേ, അത് അവരുടെ കഷ്ടം കൊടുക്കുമ്പോൾ പാചകം ചെയ്യുന്നവരും അവരുടെ ഭക്തി ഗാനങ്ങളുണ്ട്. അതൊരു വേവാണ്. ആ വേവ് ഈ ഇംഗ്ലീഷുകാരെ കണ്ടുപിടിക്കാൻ 50 കൊല്ലവും നമ്മുടെ കുട്ടികൾ പറയും അത് ഒരു നോബൽ പ്രൈസ് കിട്ടിയില്ല. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം പൈതൃകത്തെ കുറിച്ച്. കഴിഞ്ഞ 300 കൊല്ലത്തിൽ കണ്ടുപിടിച്ചതാണ് സയൻസ്. 10,000 കൊല്ലം മുമ്പ് നമ്മുടെ പൈതൃകമുണ്ട്. സയൻസ് പഠിക്കേണ്ടതല്ല, സയൻസ് പഠിക്കണം. സയൻസിനോടൊപ്പം നമ്മുടെ പൈതൃകം പഠിക്കണം. അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഇതാണ് നമ്മുടെ നാരായണ മഹോത്സവത്തിന്റെ ആ ബിൽഡിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 10 കൊല്ലത്തിന്റെ ഉള്ളിൽ, 2047 വേണ്ട, 10 കൊല്ലത്തിന്റെ ഉള്ളിൽ സനാതന ധർമ്മം ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തതായിരിക്കും. നമ്മുടെ ലോകത്തിൽ 1-ാം നമ്പർ ആവുന്നത് ആരെയും ക്യാപ്ചർ ചെയ്തിട്ടല്ല, ആരെയും കോൺകർ ചെയ്തിട്ടല്ല. Akbar was not great for us. Alexander was not great for us. They have conquered the world. They have captured.
Raja Harishan was great for us. Bhagirath was great for us. Raja Harishan taught us the power of sacrifice. Bhagirath taught us the power of penance. തപസ്സിന്റെ ശക്തിയാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ മനസ്സിലാക്കിയെടുക്കണം. MBBS പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, ശരിയാണ്. സ്വാമിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ സയൻസ് പഠിക്കും നല്ലതാണ്, മെഡിസിൻ പഠിക്കുന്നത് നല്ലതാണ്. അതിനൊപ്പം ആയുർവേദം പഠിക്കണം. കാരണം ഇംഗ്ലീഷ് മെഡിസിൻ പറയുന്നത് കിൽ ദ വൈറസ് ആണ്. നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നു, 5 ദിവസത്തെ ആന്റിബയോട്ടിക്സ് കഴിക്കുന്നു, 6ാമത്തെ ദിവസം കഴിഞ്ഞാൽ ഗുഡ് സെൽ ഇസ് ഓൾസോ കഴിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആയുർവേദം പഠിക്കൂ, 2 സയൻസും പഠിക്കണം. ബിക്കോസ് ആയുർവേദ മേക്സ് യുവർ ബോഡി ഇമ്മ്യൂൺ ടു ദ വൈറസ്. വൈറസ് നമ്മൾ കോവിഡിന് എന്താ ചെയ്തത്? ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണ് ചെയ്തത്. അല്ലാതെ കോവിഡിനെ കൊല്ലാൻ പറ്റില്ല, ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണ് ചെയ്തത്. നമ്മുടെ ആയുർവേദത്തിലുണ്ട്. ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് സയൻസ് പഠിക്കണം. അതല്ല പറയുന്നത്, ആയുർവേദം പറഞ്ഞു താവരുത്. അതുകൊണ്ട് ഒരു ദൗത്യം നമ്മുടെ നാളെക്കുള്ളത് നാരായണ മഹോത്സവം 11-ാം തീയതി ഒക്ടോബറിൽ തുടങ്ങുവാണ്. അത് വേറൊരു ലെവലിലേക്കാണ് തുടങ്ങുന്നത്. അത് ഗുരുവായൂരുകാർക്ക് ഒരു ഭാഗ്യമാണ്. ഓരോരുത്തരും നമ്മുടെ ഈ കമ്മിറ്റിയിലുള്ളവർക്ക് ആ ദൗത്യം ഏകദേശം 40 കമ്മിറ്റിയാണ് നമ്മൾ കാണുന്നത്. ആ 40 കമ്മിറ്റി അമ്പല കമ്മിറ്റി സംഘടിപ്പിക്കാൻ പോവുകയാണ്. ലീഗൽ അഡ്വൈസും അതുപോലെ മത്സര വിഭാഗം. മത്സരങ്ങൾക്കറിയാം, നാരായണനും അതുപോലെ തന്നെ ഗോപികാനന്ദവും കുട്ടികളുടെ ജവാദകൾ തുടങ്ങിയവർക്ക് മത്സരമായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ നടത്തുന്ന അതിൻ്റെ വിഭാഗം. രഥയാത്ര തൃശ്ശൂർ ജില്ലയിൽ മാത്രം 500 ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രഥയാത്ര 10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പോകുന്നു. മറ്റു ജില്ലകളിലെ 5 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ആയിട്ട് അതിൻ്റെ ശക്തിക്കനുസരിച്ച് അവരും ഈ രഥയാത്ര നടത്തുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വ്യവസ്ഥകൾ ഇവിടെ നടക്കുന്ന 3000-ലധികം പേര് നടക്കുന്ന 5000 വരെ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന വൈകുണ്ഠാമൃതം പരിപാടിയുടെ വിപുലമായ സ്വാഗത സംഘ രൂപീകരണമാണ് ഇന്ന് ഈ സായസന്ധ്യയിലൂടെ നടന്നത്. പവിത്രമായ ആ ചടങ്ങിന്റെ വിജയത്തിന് വേണ്ടുന്ന അനുബന്ധമായ കാര്യക്രമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. വരും ദിവസങ്ങളിൽ അതിൻ്റെ കാര്യപരിപാടികളും അതിൻ്റെ കമ്മിറ്റികളുമൊക്കെ അതാത് സമയത്ത് നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ടായിരിക്കും. എന്തുതന്നെയായാലും